ഇവിടെ ഒരു ചോദ്യോത്തരവേളയുടെ ഇടയിൽ എനിക്ക് തോന്നി രണ്ട് വാക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. 1991 ആ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്ന ഭാഗത്തെ അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു DFO, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്, വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം അന്ന് ഞങ്ങൾ 3-4 പേര് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഇതിനെക്കുറിച്ച്, അദ്ദേഹം ഒരു എൻവയോൺമെൻറ്റിസ്റ്റ് കൂടിയാണ്, സാധാരണ ഫോറസ്ട്രിയുടെ ഇതിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ കാട്ടിലെ പല കാര്യങ്ങളും പറയുമ്പോൾ അതിൽ നിന്ന് ഉത്തേജനം കൊണ്ടുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടോട് പോയിക്കൂടാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരാഴ്ചത്തെ ആ കാട്ടിലൂടെയുള്ളൊരു പര്യടനം അദ്ദേഹം തീയതി നിശ്ചയിക്കുകയും ഞങ്ങളന്ന് മുല്ലപ്പെരിയാറിൽ തേക്കടി ചെന്നിറങ്ങി ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു ബോട്ടിൽ മുല്ലക്കുടി എന്ന് പറയുന്ന, അവിടെയാണ് ലാസ്റ്റ് വരെ പോകാൻ പറ്റുന്ന സ്ഥലം, അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതുവരെ ബോട്ട് ചെല്ലുള്ളൂ സാധാരണയായിട്ട്. മുല്ലക്കുടിയിൽ ചെന്ന ഏതാണ്ട് ഒരു വൈകുന്നേരം 7 മണിയായിട്ടുണ്ട്. അതിനപ്പുറം ബോട്ട് പോവില്ല, കുറച്ചുകൂടി ദൂരം പോകുമെങ്കിലും. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്നും പിന്നീട് ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ 15 കിലോമീറ്റർ ഉത്ഭവസ്ഥാനത്തേക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ആ ഓർമ്മകൾ വന്നത്. ഏതാണ്ടൊരു 7 കിലോമീറ്ററോളം പിന്നെയും ബോട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല, താഴ്ചയില്ല. അപ്പം അവിടെ ആ ബോട്ട് യാത്രയിൽ ഞങ്ങൾ പലരും ബോട്ടിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞ് എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. ആ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ ഈ പറയുന്ന മാനിനെ ബാക്കിയുള്ളൊക്കെ വേട്ടാടി അവിടെ ചത്തു കിടക്കുന്നുണ്ട്, ചില മൃഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ ഇറങ്ങുമ്പോൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് അവിടെ ഭീകരരായ കുറച്ചുകൂടി ഇതായിട്ടുള്ള മറ്റുള്ള പല മൃഗങ്ങളും ഉണ്ടാവും, അവർ കാത്തിരിക്കുന്നുണ്ടാവും, നമ്മളങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വിശദമായി ഇത്തരത്തിലുള്ള ഈ വന്യജീവികളുടെ അടക്കമുള്ള ജീവിതത്തെക്കുറിച്ച് പോലും പറഞ്ഞു തന്നുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടി അതിപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ ഞങ്ങൾ ഇന്ന് ഇറങ്ങി പറഞ്ഞു ഇനി ഇവിടുന്ന് 8 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. രാത്രി പന്തം കത്തിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഓഫീഷ്യൽസും ഉണ്ട്. ഞങ്ങൾ 8 കിലോമീറ്റർ നടന്നുകൊണ്ട് 10-10:30 ഞങ്ങൾ ഏറ്റവും ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് സർ CP വേനൽക്കാലത്ത് അവധിക്ക് പോയി താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ പോകുന്ന വഴിക്ക് ആനകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും പന്തം കുളത്തിലൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ 10:30 മണിയായി. അപ്പം അതിലേക്ക് കടക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതിൻ്റെ തീരത്തൂടെ നടന്നു പോകുന്നത്. ഒരു മരത്തിൻ്റെ തടിയിട്ടുണ്ട്, ആ തടിയിലൂടെ വേണം അങ്ങോട്ട് കിടക്കാൻ. കിടങ്ങ് ഒഴിച്ചിരിക്കുകയാണ് ആന കിടക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ രാത്രി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിന്ന് മീൻ പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. 10:30 മണിക്കാണ് പറയുന്നത്. അപ്പോൾ 10:30 മണിക്ക് താഴത്തുള്ള ഈ പറയുന്ന മുല്ലപ്പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് മീൻ പിടിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നി. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ അതിന് പറ്റിയ നെറ്റുണ്ട്, ചെറിയ നെറ്റുകൾ. തീറ്റ വേറൊന്നുമില്ല, ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇടും, വല വീശും, പൊക്കുമ്പോൾ കിലോ കണക്കിനാണ് മീൻ. ഞങ്ങൾ തന്നെ അതിശയിച്ചു. ആ മീൻ പിടിച്ച് ഭക്ഷണം വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരാഴ്ച കഴിഞ്ഞത്. ഞാൻ പറയുന്നത് അവിടെ കണ്ട പല കാഴ്ചകളും ഞങ്ങൾ ആ ഒരാഴ്ച ആ കാട്ടിൽ മുഴുവൻ നടന്ന് പലതും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അപ്പം അത്രയും പ്രകൃതി മനോഹരവും ഇത്തരത്തിലുള്ള പല ജീവജാലങ്ങളും പലതിനെയും ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം, നമുക്കവിടെ ഇറങ്ങിയ കാലിൻ്റെ മുട്ടിൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല, ഇരുന്ന് ഒരു കപ്പ് കൊണ്ട് കോരി കുളിക്കണം, അത്രയും ഇത് അവിടെ ഉള്ള വെള്ളത്തിന് കാഴ്ച. ആ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ 15 കിലോമീറ്റർ അത് നമ്മുടെ വനപ്രദേശത്ത് തന്നെയാണ്. അദ്ദേഹം 15 കിലോമീറ്റർ എന്ന് പറഞ്ഞതിനെ ഞാൻ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അത് തമിഴ്നാടിന് അർഹതപ്പെട്ടതല്ല. ഉത്ഭവസ്ഥാനം മുതൽ ആ നദി ഒഴുകി വരുന്നതെല്ലാം നമ്മുടെ കേരളത്തിലൂടെ തന്നെയാണ്, ഒരു സംശയവും വേണ്ട.
മറ്റൊന്ന്, ഇപ്പൊ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലത് പ്രചരിക്കുന്നുണ്ട്. ഈ ഡാമിനെ പറ്റി മുഖ്യമായിട്ടും പലരും പറയുന്നത് എന്താണ്, ഗ്രാവിറ്റി ഡാമാണ്. അതിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ നമ്മുടെ പിരമിഡിനെയാണ് ഉപമിക്കുന്നത്. ഹൈറ്റിനേക്കാൾ കൂടുതൽ ബേസ് ഉണ്ടാകുമ്പോൾ നിഴൽ പോലും പതിക്കാത്ത അത്തരത്തിലുള്ളൊരു ഇതിനാണ് ഈ ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ പറയുന്ന പിരമിഡിനെ ഉപമിക്കുന്നത്. അത്തരത്തിലുള്ള ഡാം തകരില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഒരു കസിൻ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇത്തരത്തിലുള്ള ഗ്രാവിറ്റി ഡാം തകരില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞെന്താണെങ്കിൽ, ഒരിക്കലും അങ്ങനെയല്ല. ലാറ്ററൽ ഫോഴ്സസ് വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ സംഭവിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ ഇടുക്കിയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ സംസാരിച്ചതാണ്. നമ്മൾ ഇന്തോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അന്ന് സുനാമി ഉണ്ടാകുകയും കിഴക്കൻ മേഖലകളിൽ മാത്രമല്ല, തമിഴ്നാടിൻ്റെ ഭാഗത്തോ മാത്രമല്ല, വൈപ്പിനിൽ വരെ അതെത്തി ആ സുനാമിയുടെ ആഘാതം. അപ്പം മറ്റൊരു സ്ഥലത്ത് സംഭവിക്കുന്നതിന് പോലും അതിൻ്റെ ആഘാതം ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ്. മറ്റൊന്ന്, ഈ ഫിസിക്സിലെ അറിവുള്ള സയൻറ്റിസ്റ്റ് പോലും അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് അറിവുള്ളവരും പറയുന്നത്, ഭൂമിക്കടിയിലുള്ള പലതിനെക്കുറിച്ചും ശരിയായ വിവരണങ്ങൾ ഇന്നും ലഭ്യമല്ല. ഭൂമിക്കടിയിലുള്ള ധാതുക്കളുണ്ട്, അതുപോലെ തന്നെയുള്ള മറ്റ് ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്ട്സ് മുഴുവൻ ഭൂമിക്കടിയിൽ നിന്നല്ല എടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള, അതുപോലെ തന്നെ കൽക്കരി എവിടെ നിന്ന് എടുക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഭൂമിക്കടിയിലെ പലപ്പോഴും നമുക്ക് ചെറിയ ഭൂമി കുലുക്കങ്ങൾ, ഇപ്പോൾ തൃശ്ശൂരിലെ ചില ഏരിയയിൽ അതിൻ്റെ പ്ലേറ്റ്സിൻ്റെ ജോയിന്റ് വരുന്ന സ്ഥലങ്ങളാണ് ഉള്ളതുകൊണ്ടാണ് സ്ഥിരം വരുന്നു എന്ന് പറയുന്നു. അത്തരം സെസ്മിക് പ്ലേറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടാകുന്നതിൻ്റെ തീവ്രത എത്രയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ഈ ഭൂമിയുടെ അടിയിൽ നിന്നാണ് പലതും എടുക്കുന്നത്. വേദങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, മലകളെ ആണി അടിച്ചുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 70% വെള്ളമാണ്, 30% മാത്രമാണ് ഈ ഉപരിതലത്തിൽ കാണുന്ന ഭൂമിയുടേത്. അപ്പോൾ തീർച്ചയായും ഇതിന് ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ സെസ്മിക് പ്ലേറ്റ്സിൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആഘാതം എത്രയാണെന്ന് മുൻകൂട്ടി പോലും പറയാൻ പറ്റില്ല. ഉണ്ടാകാമെന്ന് പറയാം. ഇപ്പോൾ IIT-യുടെ സ്റ്റഡി പ്രകാരം 6% മീതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ പറയുന്നു സാധാരണ ഭൂമിയുടെ ധരിച്ചിട്ട് 2-2.5 കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞെങ്കിലും ആർക്കും ഭൂമിയുടെ അടിയിലുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ളവർ വളരെ കൃത്യമായി അന്നത്തെ വാഹനപ്രചരണ ജാഥയിൽ പോലും സൂചിപ്പിച്ചത്, നമുക്ക് പുതിയ ഡാം കെട്ടിയാൽ പോലും തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നില്ല, നമ്മുടെ സുരക്ഷ എന്നൊരിതാണെങ്കിൽ നാം ഇന്ന് വ്യക്തമായ തെളിവുള്ള സാഹചര്യത്തിൽ നാം ആ മുദ്രാവാക്യത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയാണ്. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞ 2014 അല്ലേ, 2014 17 പറഞ്ഞ വിധി ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ ടണൽ നിർമ്മിച്ചുകൊണ്ട്, പുതിയ ഡാമല്ല ടണൽ നിർമ്മിച്ചുകൊണ്ട്, കാരണം 40 അടി പിന്നെ ഉയരത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഡാമിന്റെ പൊക്കം കൂട്ടുമ്പോൾ, അതിന്റെ വിസ്തൃതി കൂടുമ്പോൾ, വെള്ളത്തിന്റെ കപ്പാസിറ്റി അടക്കം കൂടുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സാധ്യതകൾ കൂടുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യം വളരെ വ്യക്തമാക്കി നമ്മൾ തീരുമാനിക്കുകയാണ്, ടണലിലേക്ക് നാം പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അതിലേക്കാണ് നാം ഇന്ന് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ഈ സമരം, ഒരു കാര്യം അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾ കേരളത്തിൽ ഒരു മുന്നണിയുടെയും ഭാഗമല്ല. അത് LDF, UDF, NDയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല, ജനങ്ങളോടാണ് കടപ്പാട്. ആ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിൻ്റെ അങ്ങേയറ്റം വരെ. ഒരു സംശയമുണ്ട്, അങ്ങയെപ്പോലെയുള്ള ആളുകളുടെ പൂർണ്ണമായ സഹകരണവും സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇതിനെ
അങ്ങ് കൂടി ഇതിന്റെ മുന്നിൽ വന്ന് ഒരുമിച്ച് നയിക്കുന്നതിലേക്ക് വരണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.